ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഒരു റാം വീഡിയോ അയച്ചു തരാൻ പോവുകയാണ്. കുറേ നാളെന്ന് വെച്ചാൽ എത്രയാണ് ആക്ച്വലി 1 ഇയറിന് മീതെ വെച്ചാൽ ഒരു ഹ്യൂജ് ബ്രേക്ക് ഞാൻ നമ്മുടെ വീഡിയോ കാണുന്ന അതിനറിയാവുന്ന കുറച്ച് പേര്, പ്രത്യേകിച്ച് റിലേറ്റീവ്സാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറേ പേരൊക്കെ എന്നോട് ചോദിക്കുകയായിരുന്നു ചാനൽ നിർത്തിയോ എന്നൊക്കെ. അത്രയും ഒരു ഹ്യൂജ് ബ്രേക്ക് അയച്ചിട്ട്. അപ്പോൾ എന്താ ഈ ബ്രേക്ക് വരാൻ കാരണം എനിക്ക് അറിഞ്ഞുകൂടാ. സത്യത്തിൽ മടിയാണോ, പിന്നെ അതിനിടയ്ക്ക് ഒരു ചെറിയ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഓൺലൈൻ ബൊട്ടിക്കാണ് തുടങ്ങിയിട്ടുള്ളത്. കുറച്ച് പേർക്ക് അറിയുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കുഴപ്പമില്ലാതെ അൽഹംദുലില്ലാ 1 വർഷമായിട്ട് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്താ കാരണം എനിക്കറിയില്ല സത്യത്തിൽ. ഇനി ഇൻഷാ അല്ലാഹ് എന്തായാലും ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇങ്ങനെ നമ്മൾ ലൈവായിട്ട് റെക്കോർഡ് ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിക്കണേ. അങ്ങനെയാകുമ്പം ഈ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അത്ര വലിയ പ്രശ്നമില്ല. പക്ഷേ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പം നമ്മളിങ്ങനെ ഫോണിൻ്റെ ആംഗിളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് വീഡിയോ എടുക്കണം. അത് കഴിഞ്ഞ് അതിന് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. എന്ന് വെച്ചാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്നും ഇല്ലാതെ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴാണ് വോയിസ് ഓവർ ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും. പക്ഷെ ഇങ്ങനെ കൊടുക്കുമ്പോൾ നല്ല സുഖമല്ലേ. ഈ ഒരു വീഡിയോ എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിവേ, ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് 2024 ഓക്കെ, നവംബർ 19 ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ദിവസം ഏതാണ്ട് ഓൾമോസ്റ്റ് കഴിയാറായി, 10 o'clock ആയി. ഉദ്ദേശിക്കുന്നത് നാളത്തെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെൽക്കം ടു ദ നെക്സ്റ്റ് ഡേ ഗൈസ്. അടുത്ത ദിവസം അതായത് 20-ാം തീയതി അതാ നേരം വെളുത്തു കേട്ടോ. നേരം വെളുത്താൽ മെയിൻ ടാസ്ക് എന്ന് വെച്ചാൽ കുട്ടികളെ എണീപ്പിച്ച് സ്കൂളിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും വലിയ ടാസ്ക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരെ രാവിലെ എഴുന്നേൽപ്പിക്കുന്ന കാര്യമാണ് കേട്ടോ. എഴുന്നേറ്റ് കിട്ടിയാൽ പിന്നെ ഏറെയും മുഖ്യമാണ്. പ്രത്യേകിച്ച് ഇസാനൊക്കെ എണീക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടാണ്. നേരെ വന്ന് അവർക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ നേരെ വന്ന് ലൈറ്റിട്ട് ഫാൻ ഓഫ് ചെയ്ത് പിന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കണം കേട്ടോ. ഒന്ന് എണീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഷേസിമോൻ ഇന്ന് രാവിലെ എണീറ്റപ്പം കവലിൻ്റെ സൈഡിൽ ചെറുതായിട്ട് വേദനയ്ക്കുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. എനിക്കാണെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും ചെറിയ വയ്യായ്ക്കളോ അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ സ്കൂളിലേക്ക് അവനെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് എനിക്കൊട്ടും കംഫർട്ടബിൾ ആവില്ല. അതുകൊണ്ട് തന്നെ ഷേസീനെ ഞാനിന്ന് ലീവാക്കി കൊടുത്തു. പിന്നെ ഇസാന് മാത്രമാണ് കേട്ടോ ഇന്ന് പോയുള്ളൂ. എന്തായാലും അൽഹംദുലില്ലാ ഷേസിക്ക് ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഇനി ഇൻഷാ അല്ലാഹ് നാളെ എന്തായാലും പറഞ്ഞയക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇസാൻ എണീറ്റു. അങ്ങനെ ഇവനിതാ ബസ് സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ആള് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, സ്കൂൾ ബസ്. അപ്പോൾ അവനെ കയറ്റി വിട്ടിട്ട് ഞാനതാ വീട്ടിലോട്ട് പോവുകയാണേ. ഇന്നത്തെ ദിവസം ആക്ച്വലി എനിക്ക് ഒരുപാട് ടാസ്ക്കുള്ള ദിവസമാണ്. എന്ന് വെച്ചാൽ കുറച്ച് പാഴ്സൽസ് അയക്കാനുണ്ട്, കുന്നംകുളമൊന്ന് പോകാനുണ്ട്, പിന്നെ പുതിയ സ്റ്റോക്ക് കുറച്ച് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പാഴ്സൽസ് അയക്കുന്നതിൽ ഒരു ഓർഡർ ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് കുറച്ച് സ്പെഷ്യലായിട്ടാണ്. ഇങ്ങനൊരു ഓർഡർ എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. എന്ന് വെച്ചാൽ കസ്റ്റമർ ഈ ഒരു ഐറ്റം ആളുടെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഉപ്പാക്ക് ഒരു ഷർട്ട് പീസ് എടുത്തിട്ട് വെക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ നമ്മൾ പൊതുവേ ലേഡീസിൻ്റെ ഡ്രസ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ആൾ അത്രയ്ക്കും ഒരു ആത്മാർത്ഥതയോടെ ചോദിച്ചുകൊണ്ട് തന്നെ അതും കൂടി ഒരു ഷോപ്പിൽ പോയിട്ട് എടുത്തിട്ട് ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആൾ കുറച്ച് ചോക്ലേറ്റും വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഒന്ന് പാക്ക് ചെയ്യണം. അപ്പോൾ അതേ ഡ്രസ്സും പിന്നെ ആളുടെ ഉപ്പാക്കുള്ള ഡ്രസ്സ് രണ്ടും കൂടെ ഞാൻ ഈ ഒരു ബാഗിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ കാണുന്ന ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ഓർഡർ ആദ്യമായിട്ടായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. നോർമലി എല്ലാവരും ഡ്രസ്സ് മാത്രമാണ് ചോദിക്കലുള്ളത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെയും ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെ ഒരു ചോക്ലേറ്റൊക്കെ ഡ്രസ്സിൻ്റെ കൂടെ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ നമ്മൾ പാക്ക് ചെയ്തു.
ഇനി നമ്മൾ നോർമലി ഐറ്റംസൊക്കെ അയക്കലുള്ളത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കലുള്ളത്. പിന്നെ ചില കസ്റ്റമേഴ്സ് പറഞ്ഞാൽ മാത്രമേ DTDC വഴി അയക്കലുള്ളൂ. കാരണം നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ളത് പോസ്റ്റ് ഓഫീസാണ് കേട്ടോ. പിന്നെ ഹോം ഡെലിവറിയും അവൈലബിൾ ആണല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് അയക്കണം. പ്രോഗ്രാം നമുക്കൊന്ന് അക്ഷയയിൽ പോകാനുണ്ട്. അപ്പോൾ എൻ്റെ ആധാർ കാർഡൊന്ന് ശരിയാക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ പോയിട്ട് കുറേ അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നപ്പം നമ്മളിതാ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറിയിട്ട് അവിടെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ടൊരു ബിരിയാണി ഓർഡർ ആക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടുന്ന് ബിരിയാണി കഴിക്കുന്നത്. നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു. എനിക്ക് പൊതുവേ എല്ലായിടത്തെ ബിരിയാണി ഇഷ്ടപ്പെടില്ല. ഇത് നല്ലതായിരുന്നു കേട്ടോ. അത്യാവശ്യം പീസും അത്യാവശ്യം റൈസും നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള റൈസ് തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. എന്തായാലും ആധാർ കാർഡൊന്നും ശരിയായി കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് പാർസൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പുതിയ സ്റ്റോക്ക് വന്നത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബസ് വഴിയാണ് അയക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ പോസ്റ്റ് അയച്ച് നിൽക്കുകയാണ്. അത്യാവശ്യം നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞ സമയത്തിനേക്കാളും കുറച്ച് മുന്നെയാണ് കേട്ടോ എത്തിയത്. അപ്പോൾ കുറച്ചധികം നേരം അവിടെ തന്നെ പോസ്റ്റായിട്ട് നിൽക്കേണ്ടതായിട്ട് വന്നു കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പം കുറച്ചധികം ഐറ്റംസ് തന്നെ നമുക്ക് കൊറിയർ വന്നിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് ഐറ്റംസാണ് കേട്ടോ. അത്ര വലിയ സംഭവമൊന്നുമല്ല. എന്നിരുന്നാലും അതൊക്കെ ഒന്ന് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് വന്ന ഐറ്റം ഈ ഒരു ബാഗാണ് കേട്ടോ. ഇത് മോന് കുറേ ആയി പറയുന്നു. പിന്നെ പ്രത്യേകിച്ച് അവന് ഇപ്പം അടുത്ത സ്കൂൾ ടൂർ വരുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. ഈ ഒരു ടൈപ്പ് ബാഗ് നോർമലി സ്കൂൾ യൂസിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അധികം ബുക്സ് അങ്ങനെയൊന്നും ഇതിൽ കൊള്ളില്ല കേട്ടോ. എന്നാലും ഇങ്ങനെ എവിടേക്കെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാം. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ബാഗായിരുന്നു കേട്ടോ. കാണാൻ വേണ്ടിയിട്ട് ഒരു മാംഗോൻ്റെ തീമിലാണ്, നല്ല യെല്ലോയിഷ് കളറ്. അപ്പോൾ അവനിത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ വേഗം എടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിന്നെ 2 സിപ്പോട് കൂടിയിട്ടുള്ള ബാഗാണ് കേട്ടോ വരുന്നത്. പിന്നെ ഉള്ളിലൊക്കെ അത്യാവശ്യം ഒരു സ്പേഷ്യസ് ആണ്. പിന്നെ കാണാൻ പ്രത്യേകിച്ച് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം കേട്ടോ. അടുത്തത് വന്നിട്ട് 2 ലഞ്ച് ബാഗാണ്. മക്കളുടെ ലഞ്ച് ബാഗൊക്കെ ഒന്ന് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചധികം നാളായില്ലേ കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അവർക്ക് 2 പേർക്കും ഓരോ ലഞ്ച് ബാഗ് വെച്ചിട്ട് ഓർഡർ ആക്കിയതാണ്. ഇത് കുറഞ്ഞ പ്രൈസിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റികളായിട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനും ഒരു 250 രൂപയുടെ താഴെയാണ് കേട്ടോ ഇതിന് പ്രൈസ് വരുന്നത്. ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ താഴെ ഇട്ടോളാം, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടോളാം കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പിന്നെ ഉള്ളിലൊക്കെ നല്ല ഒരു അലുമിനിയം ഫോയിലോട് കൂടിയിട്ടുള്ള വാട്ടർ പ്രൂഫാണ്. അത്യാവശ്യം കാണാനും നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കുള്ള 2 ബാഗ്സാണ് കേട്ടോ. ഒരെണ്ണം വന്നിട്ട് ഒരു മെറൂൺ ഷെയ്ഡും ഒരെണ്ണം ഒരു നേവി ബ്ലൂ ഷെയ്ഡുമാണ് വന്നിട്ടുള്ളത്. അടുത്തത് നമ്മൾ അൺബോക്സ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇത് ആക്ച്വലി വന്നിട്ട് കുറച്ച് നാളായി. ഞാനിത് തുറക്കുന്നൊരു വീഡിയോ എടുക്കാമെന്ന് ആദ്യമേ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു സിറ്റുവേഷൻ ഒക്കാത്തത് കൊണ്ട് ഇതിങ്ങനെ നീണ്ടുപോയതാണ് കേട്ടോ. ഇത് ഒരു 3-4 ദിവസമായി ഇത് വന്നിട്ട് ഇവിടെ ഇരിപ്പായിട്ട്. അപ്പോൾ ഇത് ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ആക്ച്വലി നമ്മൾ ഈ ഡ്രസ്സിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ എന്തായാലും അടിപൊളിയായിരിക്കുമെന്ന് എനിക്ക് മുന്നേ തന്നെ തോന്നിയിട്ടുണ്ട്. നമ്മളിങ്ങനെ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ട് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിക്കണമെന്ന് കുറേ നാൾ കൊണ്ട് വിചാരിക്കുകയാണ്. ഇത് കുറച്ച് വീഡിയോഗ്രാഫി അല്ലെങ്കിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നവർക്ക് എന്തായാലും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊരു റഗ്ഗാണ് കേട്ടോ. ഇത് നമ്മൾ ഇതിൻ്റെ പറയാം ഇങ്ങനെ ചകിരി പോലെയുള്ള ഒരു മെറ്റീരിയലിൻ്റെ ചകിരി തന്നെയാണ് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചവിട്ടിയാണ്. ചവിട്ടി എന്നൊക്കെ പറയാം മലയാളത്തിൽ പറയുന്നതാണെങ്കിൽ. ഓക്കെ. അപ്പോൾ ഇതിങ്ങനെ സർക്കിൾ ഷേപ്പിലുള്ള ഒരു റഗ്ഗാണ് കേട്ടോ. ഇതിന് പ്രൈസ് വന്നിട്ട് ഇത് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ്. പ്രൈസ് വന്നിട്ട് 350 രൂപ എങ്ങാണ്ടാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് ഡ്രസ്സിൻ്റെയോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പ്രൊഡക്ട്സോ അതൊക്കെ ഇത് ബാക്ക്ഗ്രൗണ്ടായിട്ട് വെച്ചിട്ട് ഫോട്ടോസോ വീഡിയോസൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഇതെന്തായാലും വന്നതിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ്. കാണാനുള്ള ലുക്ക് പോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു 350 റുപ്പീസിന് ഇത് നല്ല വർത്തായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്.
ഇതിൽ വെച്ചിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും. എന്തായാലും ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഞാനിതിൽ വെച്ചിട്ട് ഓപ്പണാക്കി കാണിച്ചു തരാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ്ടൊരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ലുക്ക് ഉണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം നമ്മൾ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാത്തവരാണെങ്കിൽ പോലും വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവിടെയൊക്കെ ഏതെങ്കിലും ഒരു കോർണറൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ, നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അൺബോക്സ് ചെയ്യുന്നത് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ്, നമ്മുടെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് ആക്ച്വലി ഏത് കമ്പനിയുടെയാണെന്ന് പോലും എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് ഓർഡർ ചെയ്തതല്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓഫർ കണ്ടു, പിന്നെ നല്ല റിവ്യൂസ് കണ്ടു, അപ്പോൾ ഒരു കോംബോ കണ്ടപ്പം ഇങ്ങോട്ട് ഓർഡർ ആക്കിയതാണ് സത്യത്തിൽ. അപ്പോൾ ഇതിൽ 4 ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് ഞാനൊന്ന് ജസ്റ്റ് സ്വാച്ച് ചെയ്ത് കാണിക്കാം. ഇത് ആക്ച്വലി നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് 4 ഷെയ്ഡായിട്ടായിരുന്നു ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഓർഡർ ചെയ്ത് വന്നപ്പം ഇതിൽ 2 ഷെയ്ഡ് റിപ്പീറ്റഡ് ആണ്, മൊത്തത്തിൽ 3 ഷെയ്ഡാണ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതേ ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇത് വീഡിയോയിൽ കാണുന്ന സമയത്ത് റെഡ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. ആക്ച്വലി ഇത് സാച്ച് ചെയ്യുമ്പോൾ ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു പിങ്ക് കളറ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യലില്ല. പിന്നെ കുഴപ്പമില്ല, ഞാൻ പൊതുവേ ഒരു ഷെയ്ഡ് മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന ആളല്ല. എനിക്ക് കയ്യിൽ കിട്ടിയ ഏതെങ്കിലും 2-3 ഷെയ്ഡ് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓക്കെ, അഡ്ജസ്റ്റബിളാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു പർപ്പിൾ ഷെയ്ഡ്, ഇതാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇതെനിക്ക് സ്വാച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് രണ്ടും സെയിം ഷെയ്ഡ് തന്നെയാണെന്നുള്ളത്. നെക്സ്റ്റ് കണ്ടോ, ഞാൻ നമ്പർ വ്യത്യാസമുണ്ട്, പക്ഷേ ഇത് സ്വാച്ച് ചെയ്തപ്പം ഇതിൻ്റെ സെയിം ഷെയ്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. വലിയ ഡിഫറൻസ് അല്ല, ചെറിയ ഡിഫറൻസ് പോലും ഫീൽ ചെയ്തില്ല സത്യത്തിൽ. അടുത്തതാണ് ലാസ്റ്റ് ഷെയ്ഡാണ് എനിക്ക് ഇതിൽ ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് കേട്ടോ. ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ്, ഓറഞ്ചും ബ്രൗൺ, അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ വരുന്ന ഒരു ഷെയ്ഡായിട്ട് പറയാം. നല്ലോണം സ്കിന്നിന് സ്യൂട്ടബിൾ ആവുന്ന ഷെയ്ഡാണ് കേട്ടോ. പിന്നെ ഇതിന് അത്യാവശ്യം നല്ല റിവ്യൂസ് ഉണ്ട്. പിന്നെ ഈ 4 കൂടിയിട്ട് 200 സംതിങ് ആണ് കേട്ടോ വന്നിട്ടുള്ളൂ റേറ്റ്. പിന്നെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു, വാട്ടർ പ്രൂഫാണ് അത്യാവശ്യം, പിന്നെ നോൺ ട്രാൻസ്ഫറബിളാണ്, പിന്നെ പെട്ടെന്ന് ഡ്രൈ ഔട്ട് ആവുന്നുണ്ട്, അങ്ങനെ ഒരു ഇതെനിക്ക് തോന്നി. നമ്മൾ ഇട്ട വശം തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഡ്രൈ ആയി പോകുന്ന ഒരു ഫീല് തോന്നി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ലാസ്റ്റ് ഷെയ്ഡ് അടിപൊളിയാണ് എന്തായാലും. അപ്പോൾ അതാണ് നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ്. ഓക്കെ, ഇത് നമ്മുടെ ഇന്നത്തെ വന്ന സ്റ്റോക്കിലുള്ളതാണ് കേട്ടോ. കുറച്ച് പാർട്ടി വെയർ ഐറ്റംസ്, പിന്നെ കുറച്ച് ട്യൂണിക്സ്, ടോപ്സ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ എല്ലാതൊന്നും കാണിക്കുന്നില്ല, കാരണം ഇതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മൾ നോർമലി ഷോർട്സായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴിയൊക്കെയാണ് അപ്ലോഡ് ചെയ്യലുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാനിതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, ഇൻസ്റ്റാ പേജിൻ്റെ, അതിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാം. എങ്കിലും നമ്മൾ ജസ്റ്റ് ഇതിൽ നിന്ന് ഒരു സെറ്റ് മാത്രം ഞാനൊന്നെടുത്ത് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഷോർട്ട് ടോപ്പാണ്, നമ്മുടെ ജീൻസിക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടോപ്പാണ്. അപ്പോൾ അതൊന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ലോങ് വീഡിയോ ആയിട്ട് ഡ്രസ്സിൻ്റെ വീഡിയോസ് കാണിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അങ്ങനത്തെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാം. നോർമലി അങ്ങനെ ലോങ് വീഡിയോസായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇടലില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് വന്നിട്ടുള്ള ടോപ്പ് ഈ ഒരു ടോപ്പാണ് കേട്ടോ. നല്ല അടിപൊളി ജീൻസിക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഷർട്ട് ടോപ്പാണ്. അത്യാവശ്യം ഒരു ലെങ്തോട് കൂടിയിട്ടുള്ളതാണ്, മുട്ട് വരെ ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ ഫുള്ളായിട്ട് ബട്ടൺസ് വരുന്ന ടൈപ്പാണ്. നല്ലൊരു അടിപൊളി മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് വന്നിട്ട് 445 റുപ്പീസാണ്. വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ സെയിലാക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, ഇവിടെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഒരു സെറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങളെ ഈ വ്ളോഗിൽ മൊത്തത്തിൽ ഡ്രസ്സിൻ്റെ വീഡിയോ ആക്കിയിട്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഡ്രസ്സിൻ്റെ വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അങ്ങനത്തെ വീഡിയോസായിട്ട് ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാ.
പിന്നെ ഈ ഒരു ടോപ്പ് ഇതിൽ ഫസ്റ്റ് പാറ്റേൺ ആണ്. അപ്പോൾ ഇതേ സെയിമിൽ തന്നെ 4 പാറ്റേൺ വേറെ വരുന്നുണ്ട്. മീൻസ് സെയിം മോഡൽ, പാറ്റേൺ മാത്രം വ്യത്യാസമായിട്ട് കേട്ടോ. അപ്പോൾ ഇത് XL XXL വരെയുള്ളവർക്കൊക്കെ ഓക്കെ ആയിരിക്കും. ഫ്രീ സൈസിലാണ് കേട്ടോ നമ്മൾ വരുന്നത്. നല്ല അടിപൊളി പ്രിൻ്റാണ്. കാണുന്നതിനേക്കാളും വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതെ, ഈ 3 പ്രിൻ്റാണ് ഇനി വരുന്നത്. ഇതും നല്ല അടിപൊളി പ്രിൻറ്റ്സ് തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ വാട്സപ്പ് ചെയ്യുക. ഇതും സെയിം പോലെ തന്നെയാണ്, ഫുൾ ബട്ടൺസ് ഓപ്പണബിൾ ആണ്. അതായത് ഫീഡിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ളവർക്കും ഇടാം, ടീനേജേഴ്സിനും ഒക്കെ സ്യൂട്ടബിൾ ആകുന്ന രീതിയിലുള്ള ടോപ്സാണ്. പിന്നെ വെറും 445 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പിൽ താല്പര്യമുള്ളവർ താഴെ കൊടുത്ത നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. വാട്സപ്പ് വഴിയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് കേട്ടോ. പിന്നെ കൂടുതൽ കളക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ID-യിൽ ഒന്ന് കയറി നോക്കിയാൽ മതി. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഇങ്ങനെ വീഡിയോസ് ഇടാൻ പറ്റുമെന്ന് വിചാരിക്കണം. ഞാൻ കുറേ ആയിട്ട് വീഡിയോ ഇട്ടതുകൊണ്ട് കുറേ സമയമെടുത്ത് എഡിറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. പിന്നെ കുറേ ആയിട്ട് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് അതിൻ്റേതായുള്ള മിസ്റ്റേക്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.